ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലായിടത്തും ഭയങ്കര മഴയാണല്ലേ. ഇന്നലെയൊക്കെ ഇവിടെ ശക്തമായ മഴയായിരുന്നു. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഇന്ന് ഞാനിപ്പോൾ രാവിലെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 6:30 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് മുന്നോട്ടെന്ന് എനിക്കറിയില്ല. ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ നെറ്റ് വീണ്ടും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അടുത്ത വീട്ടിലെ മരം ഒന്ന് മറിഞ്ഞ് നെറ്റിൻ്റെ ആ കേബിള് വലിഞ്ഞ് അത് നെറ്റ് പോയതിന് ശേഷം പിന്നെ നമ്മൾ അവരെ വിളിച്ചിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് ആരും വന്നിട്ടില്ല. കാരണം ഇന്നലെ ഭയങ്കര മഴ ചെയ്തുകൊണ്ട് തന്നെ വഴി മുഴുവൻ വെള്ളമായിരുന്നു. എല്ലാവർക്കും വരാനൊക്കെ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എങ്കിലും നമ്മളുടെ വീട്ടിൽ നമുക്ക് വെള്ളമൊന്നും അകത്ത് കയറിയിട്ടില്ല, മുറ്റത്തേക്ക് കയറിയിട്ടില്ല. എന്നാൽ നമ്മളുടെ അടുത്തുള്ള വീടുകളിലൊക്കെ വെള്ളം ചെറിയ രീതിയിൽ അകത്തേക്ക് കയറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ മിക്ക വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഒരുപാട് വെള്ളമാണ് വഴി നിറയെ പുഴ പോലെ കിടക്കണേ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ അത്ര അധികം മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ചൊവ്വാഴ്ചയാണ് ഭയങ്കരമായിട്ട് മഴ പെയ്തത് കേട്ടോ. അപ്പോൾ സൺഡേത്തെ ദിവസവും തിങ്കളും ചൊവ്വയൊക്കെ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. കാരണം ഞാൻ കൂടുതൽ വീഡിയോകൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കഴിഞ്ഞ ദിവസവും നെറ്റിൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് നമ്മൾ ഉച്ചക്കായിരുന്നില്ല വീഡിയോ ഇട്ടത്. കാരണം നെറ്റ് ശരിയാക്കാൻ വന്നത് ഉച്ചക്കായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇടുന്ന വീഡിയോ ഇതാണ്. ഇന്നലത്തെ ദിവസം നമുക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല, കാരണം നെറ്റില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നെറ്റ് ശരിയാക്കാനായിട്ട് ഇന്ന് ആൾ വരുമോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ചിലപ്പോൾ ലേറ്റായിട്ട് തന്നെ ആയിരിക്കുള്ളൂ കയറുന്നത് കേട്ടോ. ഞാൻ ഏതായാലും വീഡിയോ ഒക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. എൻ്റെ ഫോണിൻ്റെ ഡാറ്റ വഴി നമുക്ക് അപ്ലോഡിംഗ് ഒന്നും അങ്ങനെ നടക്കില്ല, സ്പീഡൊന്നും കിട്ടില്ല. അത് നമുക്ക് വൈഫൈ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വീഡിയോ ഇടാത്തത് കേട്ടോ. അപ്പോൾ രാവിലെ ഇത് സൺഡേ ആണ്. രാവിലെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് വേഗം എല്ലായിടത്തും തുടച്ചൊക്കെ ഇടുന്നതാണ് കേട്ടോ. വേഗം തുടച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണങ്ങിക്കിടക്കും. ഇപ്പോൾ ഈ മഴ ഇത് കൊണ്ട് നമുക്ക് ഈ ഉണങ്ങാനായിട്ട് ഇത്തിരി താമസിക്കും. എപ്പോഴും നനവോടുകൂടി കിടക്കുമല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേയൊക്കെ തന്നെ തുടക്കാനുള്ളതൊക്കെ വേഗം തുടച്ചു മാറ്റുക. ഇവിടെ പപ്പയുടെ സാധാരണ തുടക്കണമെങ്കിൽ ഇപ്പം ഞാൻ കയറി തുടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ സ്പിൻ മോപ്പ് ഒന്നും എടുക്കാറില്ല. പപ്പക്ക് തുണിയും വടിയൊക്കെ വെച്ചിട്ട് തുടക്കണ ഇഷ്ടം. അപ്പോൾ ഈ തുണി ആകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ അതിൽ നിന്ന് വെള്ളം പിഴിഞ്ഞ് കളയാനൊന്നും പറ്റില്ല. അപ്പോൾ തന്നെ കൂടുതൽ വെള്ളത്തിലാണ് പുള്ളി തുടക്കണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങാൻ പറ്റിയ സമ്മർ സീസണിലൊന്നും ഒരു കുഴപ്പമില്ല, അത് പെട്ടെന്ന് തന്നെ ഉണങ്ങും. പക്ഷേ ഇപ്പോൾ പപ്പ തുടക്കണ കാണുമ്പോഴത്തേക്ക് എനിക്ക് പേടിയാണ്. കാരണം വെള്ളം നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും ഒരു അപകടം വരരുതില്ല എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ ഇവരൊക്കെ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ വീട്ടമ്മമാരുടെ ഒരു ബാധ്യത ഇതാണ്. കാരണം ഇപ്പോൾ ആരെങ്കിലും ഒന്ന് തെന്നി വീണ് എന്ന് വിചാരിച്ചാൽ അതും നമുക്ക് തന്നെയാണ് ഭാരം. അപ്പോൾ അത് ഓർക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മഴയത്ത് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പണി കിട്ടിയാൽ പോയില്ലേ. അപ്പോൾ നമ്മൾ മഴയാണെന്നുണ്ടെങ്കിലും അത് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇപ്പം ഞാൻ 5:30 തന്നെ എഴുന്നേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും ജോലികളെല്ലാം ചെയ്തതിന് ശേഷമാണ് വോയിസ് ഓവർ കൊടുക്കാനിരിക്കുന്നത്. വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനിട്ടതിന് ശേഷമാണ് ഞാൻ ഈ കിച്ചണിലേക്ക് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ ആർക്കും ജോലിക്കൊന്നും പോകണ്ട, അങ്ങനെ തിരക്ക് സമയത്തിന് കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. എങ്കിൽ തന്നെയും പപ്പക്കൊക്കെ ഇത്തിരി കറക്റ്റ് ടൈമിൽ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് പിന്നെ ആ ഒരു സമയം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ പുട്ടിന് വേണ്ടിയിട്ടുള്ള പൊടി ഞാൻ നനച്ച് വെച്ചവിടെ. അതിനുശേഷം കാപ്പി രാവിലെ ഇപ്പോൾ കാപ്പി ഇത്തിരി കുടിക്കുന്നുണ്ട് റിച്ചാർഡും പപ്പയും. കാരണം തണുപ്പും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് ഇത്തിരി ചൂടായിട്ട് കാപ്പി കുടിക്കണത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത്തിരി കൂടുതൽ കാപ്പി ഇടും. അവർക്ക് 2 നേരം, അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പവും കൊടുക്കും, പിന്നെ ബെഡ് കോഫി ആയിട്ടും ഈ സെയിം കാപ്പി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരണ്ടിയിട്ട് തലേദിവസം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ അത് എടുക്കാൻ സാധിച്ചല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യും, തേങ്ങ ഇടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കും. ഇപ്പോൾ തേങ്ങ ഉള്ളതുകൊണ്ട് ആ ധൈര്യത്തിന് പുട്ട് വേഗം തന്നെ ഉണ്ടാക്കാമല്ല. പിന്നെ പഴമുണ്ട്, വേറെ കറികൾ ഒന്നുമില്ല. അപ്പം പുട്ടും പഴവും ചേർത്തിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ പഴം ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവും. ഏത്തപ്പഴം സ്ഥിരമായിട്ട് ഉണ്ടാവും. അപ്പോൾ അതെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പഴം കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ സൺഡേ ആണെന്ന് പറയില്ല. അപ്പോൾ പപ്പയുടെ അടുത്ത് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ പുറത്തെ ഡോഗിന് കൊടുക്കാനായിട്ട് ഇങ്ങനെ ചവും പാടയും മേടിക്കണം. അപ്പോൾ അത് ചവും പാടയാണ്. ഇത് ഞങ്ങൾക്ക് കഴിക്കാനുള്ള 1 കിലോ ബീഫാണത്. 1 കിലോ ബീഫ് ഞാൻ പപ്പയും മാത്രമാണെങ്കിൽ 1 കിലോ ബീഫ് മതി. ബീഫിനൊക്കെ ഭയങ്കര തൂക്കം കുറവാണ് കേട്ടോ. തൂക്കം 1 കിലോ ഉണ്ടാവും, പക്ഷേ അത് വെന്ത്
കഴിയുമ്പോഴത്തേക്കും വളരെ ചുരുങ്ങി വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ അതിനകത്ത് നിന്ന് റൂബിക്കും കൂടി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും വളരെ കുറച്ചേ ഉള്ളൂ. രണ്ടാൾക്കൊക്കെ കഴിക്കാനുള്ളതേ ഉള്ളൂ ശരിക്കും. ഇപ്പോൾ 1 കിലോ ബീഫ് മേടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് ഞാൻ കുറഞ്ഞത് 2 കിലോ മേടിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആർക്കും തികയില്ല. പിന്നെ റിച്ചാർഡിന് ഇന്ന് കോളിഫ്ലവറിൻ്റെ ഫ്രൈ മതി എന്ന് പറഞ്ഞ് കോളിഫ്ലവർ മേടിക്കാൻ പറഞ്ഞപ്പോൾ പപ്പ മേടിച്ചുകൊണ്ട് വന്നത് ക്യാപ്സിക്കം ആയിരുന്നു. ആ ഒരു ക്യാപ്സിക്കം ഇല്ലേ, അപ്പോൾ പപ്പ പറഞ്ഞത് ക്യാപ്സിക്കം എന്നാണ് നമ്മൾ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇത് പറയുന്ന സമയത്ത് റിച്ചാർഡ് കേട്ടിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് ഇല്ല കോളിഫ്ലവർ എന്നാണ് പപ്പ പറഞ്ഞതെന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പപ്പ പറയും നിങ്ങൾ പറഞ്ഞത് തെറ്റി, അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയും. പപ്പ അങ്ങനെയാണ്, പപ്പ സമ്മതിച്ചു തരില്ല. അപ്പോൾ ഏതായാലും ഒരാളും കൂടി കേട്ട സ്ഥിതിക്ക് എനിക്ക് സപ്പോർട്ടായിട്ട് റിച്ചാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഇല്ല കോളിഫ്ലവർ എന്ന് തന്നെയാണ് പറഞ്ഞത്, ഞാൻ കേട്ടതാണെന്ന് പറഞ്ഞ്. അങ്ങനെ രണ്ടാമത് പോയിട്ടാണ് ആ കോളിഫ്ലവർ മേടിച്ചിട്ട് വന്നത്. ആകെ മേടിച്ചിട്ട് വന്നത് ഒരു ക്യാപ്സിക്കം മാത്രമേ. പഴം പറഞ്ഞിട്ട് അതും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോയി രണ്ടാമത് പപ്പ പോയിട്ട് മേടിച്ചിട്ട് വന്നതാണ് കോളിഫ്ലവറും പഴവും. അപ്പം ഞാൻ ബീഫ് റൂബിക്കുള്ളത് ഒരു പാത്രത്തിൽ അതിൻ്റെ മീതയിൽ വെച്ച്, ബാക്കിയുള്ളത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാളയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് വേവിക്കാനും വെച്ച്. ആ സമയത്ത് അരിയൊക്കെ ഒന്ന് തിളച്ച് വന്ന് അതൊക്കെ ഒന്ന് കൊണ്ട് കുക്കറിലേക്ക് ഇറക്കി വെച്ച്. അപ്പോൾ ബീഫിൻ്റെ ഞങ്ങൾ കഴിയാനുള്ള ബീഫ് വെന്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പുറത്തുള്ള ഡോഗ്സിന് കൊടുക്കാനുള്ള ആ ബീഫ് ഞാൻ വേവിക്കണേ കേട്ടോ. നന്നായിട്ട് വേവിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വയറിന് അസുഖം വരും. അവർ ആരോട് പറയാനാണ്? അപ്പോൾ ആ വേദനയും കൊണ്ട് ഇപ്പോൾ റൂബി ഇടയ്ക്ക് പുല്ല് തിന്നാൻ പോണില്ലേ എന്ന് പറഞ്ഞ പോലെ അവർ വിഷമിച്ച് നടക്കൂലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം അങ്ങനെ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആ വിഷമം അവർക്ക് ആരും ഇല്ലാത്തതല്ലേ. അപ്പോൾ മരുന്ന് കൊടുക്കാൻ ഒന്നിനും ആരുമില്ല. അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ചാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. റൂബിക്ക് കൊടുക്കുന്നതിനേലും വളരെ കെയർഫുള്ളായിട്ടാണ് അവരുടെ ഭക്ഷണം കൊടുക്കുന്നത്. റൂബിക്ക് നമുക്ക് മരുന്നെങ്കിലും കൊടുക്കാമല്ല, അവർക്ക് ആര് മരുന്ന് കൊടുക്കാനാണ്. അപ്പോൾ അങ്ങനെ അവരുടെ ഭക്ഷണം വൃത്തിയായിട്ട് കഴുകിയെടുത്ത് അത് വേവിച്ച് ഞാനതവിടെ വെച്ചതിന് ശേഷം പിന്നീടാണ് കട്ട് ചെയ്തത് കേട്ടോ. കാരണം അത് പച്ചക്ക് കട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെന്ത് കഴിയാന്നിട്ട് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുക, ചെറിയ ചെറിയ പീസസ് ആക്കാം. അപ്പോൾ അങ്ങനെ ആണ് അത് ചെയ്ത് വെച്ചത് കേട്ടോ. ഇത് തണുപ്പൊക്കെ ആയി അതിൻ്റെ ചൂടൊക്കെ മാറി തണുത്തതിന് ശേഷം ഞാൻ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെല്ലാം വെച്ച്. ഭയങ്കര നെയ്യായിരുന്നതിൽ. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെയ്യും എല്ലാം കൂടി ചേർത്തിട്ട് അവർക്ക് ചോറ് കൂടി മിക്സ് ചെയ്യുമ്പോൾ ചോറും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും അവർക്ക് നല്ല ഇഷ്ടപ്പെടും. ബീഫ് അത് മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നെയ്യൊക്കെ കഴിച്ചിട്ട് അവർക്ക് ആകെ ബുദ്ധിമുട്ടായിക്കോളും. അപ്പോൾ അത് ചോറും കൂടി ചേർത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ. അപ്പോൾ ആ ബീഫ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് ചോറ് കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ അവർക്ക് ഇടയ്ക്ക് ഓരോ ദിവസം കൊടുക്കുക. ചില ദിവസങ്ങളിൽ അവർ വരില്ല, വേറെ സ്ഥലത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വരില്ല. അപ്പോൾ നമുക്ക് അറിയില്ല എപ്പോഴാണ് ഇവർ വരണേന്ന്. അപ്പോൾ ഇത് ഇത്തിരി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ചോറ് കൂടി മിക്സ് ചെയ്ത് അവർ വരുമ്പോൾ കൊടുക്കുക. അതൊക്കെയാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ ബീഫ് കറി ഉണ്ടാക്കി കേട്ടോ. ബീഫ് കറിയിലേക്ക് ഞാൻ ഇപ്പോഴായിട്ട് ബിരിയാണി മസാലയും മീറ്റ് മസാലയും മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ട് പെരിഞ്ജീരകത്തിൻ്റെ പൊടി നല്ല ടേസ്റ്റാണ് അത് ഈ ഇത് ബിരിയാണി മസാലയൊക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ ആ ബിരിയാണി മസാലയൊക്കെ തീർന്നിട്ടാണ് ഇനി മേടിച്ച് വെക്കണം. പിന്നെ റിച്ചാൻ്റെ കോളിഫ്ലവറിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾ, കുരുമുളക് പൊടി, മുളക് പൊടി, ഇത്തിരി പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല ഇത്രയും ചേർത്തിട്ട് സോസ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. സോസുകൾ ഞാൻ കയ്യിലുള്ളതുകൊണ്ട് ചേർത്തുന്നില്ല, ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. വെറുതെ മുളക് പൊടിയും മാത്രം ഇട്ടിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ അത്യാവശ്യം ചെയ്യാനുള്ളത് ഈ കോൺഫ്ലോറും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിടുക. നമ്മൾ മറ്റേ മൈദപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വഴുവഴാന്നിരിക്കും. മൈദപ്പൊടിയുടെ ഒരു ഇങ്ങനെ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. നമ്മൾക്ക് അരിപ്പൊടിയും കോൺഫ്ലോറും കൂടി ആണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പായിട്ടിരിക്കും. അപ്പോൾ കോളിഫ്ലവർ നമ്മൾ ഒരുപാട് വെന്തൊന്നും പോയത് ഉപ്പും മഞ്ഞളിട്ട വെള്ളത്തിൽ ഒന്നങ്ങോട്ട് തിള വരുമ്പോൾ തന്നെ കോരിയെടുത്തേക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പുരട്ടുന്ന സമയത്തൊക്കെ ഇത് പൊടിഞ്ഞങ്ങോട്ട് പോകും, ഒരു കൊള്ളൂല. പിന്നെ അത് ഇങ്ങനെ തളർന്നൊടിഞ്ഞ് കിടക്കുള്ളൂ. അപ്പോൾ അധികം ഒന്നും വേവിച്ച് കളയരുത്, ചെറുതായിട്ട് ഒന്ന് തിള കയറിയാൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പൊടികളിട്ടിട്ട് ഈ കോൺഫ്ലോർ ഇട്ടൊന്ന് ഇത് അരിപ്പൊടി ഇട്ടെന്ന് ഈ വേവിച്ചതൊന്ന് തട്ടിയെടുക്കണം കേട്ടോ. അപ്പോഴാണത് ഒരു കറക്റ്റ് കോട്ടിംഗ് ആയിട്ട് വരുന്നത്. എന്നിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാട്ടെ. ഇതിപ്പോൾ ഞാൻ ഇഷ്ടമുള്ള രീതിക്ക് ചെയ്താണ്. പിന്നെ ഇത്തിരി വേപ്പില ഇതിനകത്തേക്ക് കട്ട് ചെയ്തിടുമ്പോൾ വേപ്പിലയും കൂടിയിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. അതുകൊണ്ട് വേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തതാണ് കേട്ടോ.
കോളിഫ്ലവറിൻ്റെ ഇതിൽ നമുക്ക് ഗരം മസാല ചേർക്കണമെന്നില്ല, അതുപോലെ കുരുമുളക് പൊടിയൊന്നും ചേർക്കണമെന്നില്ല. വെറുതെ മുളക് പൊടിയും സോയാ സോസും ചില്ലി സോസും ഈ പൊടികൾ മറ്റേ കോൺഫ്ലവറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാനങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇത്തിരി കൂടുതൽ മസാലകൾ ചേർത്താണ് ഉണ്ടാക്കിയത്. പക്ഷേ അപ്പോൾ റിച്ചാർഡ് പറഞ്ഞത് മസാല കുറവ് ചേർക്കുന്നതായിരുന്നു കൂടുതൽ നല്ലതെന്ന് പറഞ്ഞ്. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി വെച്ച് പിന്നെ എണ്ണ തീർന്നിരിക്കണതുകൊണ്ട് ഞാൻ ബ്രാൻ ഓയിലൊരു പാക്കറ്റ് പൊട്ടിച്ച് കുപ്പിയിലൊക്കെ നിറച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഇങ്ങോട്ട് ഒഴിച്ചതാട്ടോ. അപ്പോൾ ഇത് നല്ല തിളച്ച എണ്ണയിലോട്ട് വേണം ഇടാൻ. അല്ലാതെ ഒരുവിധം തിളച്ച് വരുമ്പോൾ തന്നെ ഇടരുത്. തിളച്ച് നല്ലതായിട്ട് നിൽക്കുമ്പോൾ ഇടണം. കാരണം ഇതിന് ഉള്ളിൽ ഒരുപാട് അങ്ങോട്ട് വേവില്ല. കാരണം ഒരു 1/4 ഭാഗം വേവ് കഴിഞ്ഞതാണ്. അപ്പം നമുക്ക് നല്ല തിളച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ 2 സൈഡും പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ അതവിടെ തളർന്ന് ഇങ്ങനെ എണ്ണയും കുടിച്ചിട്ട് കിടക്കും. പിന്നെ ഇതിനകത്ത് ഇതുപോലെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് ഏറ്റവും അവസാനം എടുക്കുന്നതിന് മുമ്പായിട്ട് ഇട്ടാൽ മതി. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ആദ്യം തന്നെ വേപ്പില ഇടണ്ട. എടുക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേപ്പിലയുടെ ഒരു പച്ച കളറൊന്നും പോകില്ല, കാണാനും ഭംഗിയാണ്, കഴിക്കാൻ നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ ഈ വേപ്പിലയൊക്കെ ഇടുമ്പോഴത്തേക്കും ഒന്ന് പൊട്ടിത്തെറിക്കും കേട്ടോ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾ ബീഫ് കറി വെച്ച് റിച്ചാർഡ് ബീഫൊന്നും കഴിക്കാത്തതുകൊണ്ട് റിച്ചാർഡിന് ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് ഇത്തിരി സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ച്, പിന്നെ നമ്മൾ ആ വെങ്കീസിൻ്റെ ചിക്കൻ ബോൾസ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, അതും കൂടി ചെയ്യണോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അത് രാത്രി മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് രാത്രിയാണ് ചെയ്തിട്ട്. അപ്പോൾ രാത്രി ഇതിൻ്റെ പകുതി ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതും കൂടി വറുത്ത്, ഈ കോളിഫ്ലവറും വറുത്ത്, പിന്നെ വെങ്കീസിൻ്റെ ആ ചിക്കൻ ഇത് ബോൾ കൂടി വറുത്തിട്ടാണ് രാത്രി കൊടുത്തിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് മാത്രമായിട്ട് അങ്ങോട്ട് കൊടുത്ത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് ഇനി രാത്രിയിൽ മറ്റേ ഇത് വറുക്കണം എന്തായാലും. അപ്പോൾ പിന്നെ ബോൾസും കൂടി ഒന്നിച്ചങ്ങോട്ട് വറുത്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഫുഡ് എടുത്ത് വെച്ചിട്ട് പിന്നെ എല്ലാവരെയൊക്കെ വിളിച്ച്, അപ്പോൾ പപ്പ അവിടെ കിടക്കുന്ന നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കുന്നതിന്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒത്തിരി മടിയാണ് എഴുന്നേറ്റൊക്കെ വരാനായിട്ട്. നമ്മൾ ഓടി നടന്ന് പണിയെടുക്കുന്നതുകൊണ്ട് നമ്മൾ നല്ല ചൂടായിട്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് നമുക്ക് മടിയൊന്നുമില്ല. അതിന് കോളിഫ്ലവർ, ഞങ്ങൾക്ക് ബീഫ് കറി. ഞാൻ കുക്കറോട് കൂടി തന്നെ കൊണ്ടുവന്ന് വെച്ചാൽ എനിക്ക് വയ്യ പാത്രമൊക്കെ ഇട്ട് കഴുകാൻ. ഇത്ര പാത്രവും നല്ല കറി എനിക്ക് പപ്പക്കും. മഴ പുറത്ത്, നല്ല മഴ. നല്ല മഴയാണ് പുറത്ത്. എൻ്റെ പിന്നാലെ നടപ്പാ കുഞ്ഞൻ. ബാമിയുടെ മുത്ത് ഇങ്ങോട്ട് പോയി. കൊച്ചിന് ബീഫ് എടാ താഴെ വെക്കാൻ നിവൃത്തിയില്ല, അപ്പം തന്നെ ഉറുമ്പ് കയറും. അതുകൊണ്ട് എവിടെയെങ്കിലും മുകളിലേക്ക് പൊക്കി വെച്ചിട്ട് വെക്കണം. വെച്ചേക്കണം, കഴിക്കണില്ല. പപ്പ റെസ്റ്റാ. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്ത് വേറൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റണം കേട്ടോ. ആവശ്യത്തിന് മാത്രം കുറച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ എൻ്റെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകുന്നതാണേ. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞ് തിരിച്ച് വന്ന വഴിക്ക് റിച്ചാർഡ് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് പല്ലിൻ്റെ കാര്യം കഴിഞ്ഞ് വന്നിട്ട് റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഇതുപോലെ മേടിച്ചുകൊണ്ട് വന്നില്ലേ, അതവന് ഇപ്പോഴും മേടിക്കണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഈ കൊഴുക്കട്ട വരെ ഉണ്ട് അതിൻ്റെ അകത്ത്. അത് നമ്മൾ മേടിക്കാറില്ല, അത് അബദ്ധത്തിൽ വെച്ച് പോയതാണ്.
ഇതതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ, ചൊവ്വാഴ്ചത്തെ ദിവസത്തെ മഴയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളുടെ പുറകുവശത്തെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാകുന്നൊക്കെ ഞാനിങ്ങനെ നോക്കിയതാണ്. അപ്പോൾ അവിടെ നമ്മളുടെ ജാൻസി പുറത്തിറങ്ങിയിട്ട് വെള്ളം കയറാൻ വേണ്ടി നിൽക്കുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണേ. മഴയുടെ ശബ്ദം കൊണ്ട് ശരിക്കും കേൾക്കാനും പറ്റണില്ല. ഇത് നമ്മളുടെ കിഴക്ക് വശത്തെ വീടുകളാണ്, ഇത് കിഴക്കേ സൈഡുള്ള വീടുകളാണ്. പടിഞ്ഞാറേ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നേവിയുടെ ഇതാണ്, പിന്നെ ഫ്രണ്ട് വശവും ബാക്ക് സൈഡും ഒക്കെയാണ് ഞാൻ കാണിച്ചത്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് എൻ്റെ ടീച്ചർ മരിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല, അതിൻ്റെ 7 ഇന്നത്തെ ദിവസം. ചൊവ്വാഴ്ച 11 മണിക്ക് സെയിൻറ്റ് തോമസ് ഇത് സാന്തോമ്പള്ളി എന്ന് പറയില്ലേ, ആ പരിപ്പ് ജംഗ്ഷൻ്റെ അവിടെ, ആ പള്ളിയിലാണ് 7th നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ ഇറങ്ങിയതാണ് ഞാൻ റിച്ചാർഡും കൂടി. വഴി മുഴുവൻ പുഴയാണ് കേട്ടോ. പുഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വീലറുകൾ പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം മിക്കവരും ഇറങ്ങിയിട്ട് തള്ളിക്കൊണ്ട് പോവുകയും ചെയ്യണത്. കാറുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറൊക്കെ പഴയ കാറുമാണ്, അതുകൊണ്ട് തന്നെ പിന്നെ പൊക്കമില്ലത് ഈ കാറിന്. അപ്പോൾ നമ്മൾക്ക് കാറിൻ്റെ അകത്ത് വെള്ളം കയറുവാന്നൊരു പേടിയായിട്ട് അത്രയും വെള്ളമായിരുന്നു. അങ്ങനെ ഏതായാലും നമ്മൾ സംഗതി അവിടെ എത്തിയേട്ടാ. അത്രയും വെള്ളക്കെട്ടാണ് എങ്കിൽ തന്നെയും എത്തി. ഒരുപാട് ആളുകൾ വന്നില്ല, കാരണം പകുതി വഴിയിലൊക്കെ മിക്കവരും പെട്ടിട്ട് വരാൻ പറ്റാതെയൊക്കെ ആയിപ്പോയി. അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പോലും വരാൻ പറ്റിയിരുന്നവർ പറയുന്നുണ്ടായിരുന്നു. കാരണം വഴിയിലൊക്കെ പകുതി വഴി വരെയൊക്കെ എത്താൻ പറ്റുള്ളൂ, പിന്നെ മുന്നോട്ട് പോകില്ല, ആ ഒരു അവസ്ഥയാണ്. അപ്പം ഞങ്ങളൊരു കണക്കിന് ചെന്ന് പെട്ടിട്ടാ, ചെന്നെത്തി ഏതായാലും. അപ്പോൾ എൻ്റെ പല്ലിൻ്റെ കാര്യം പറയാനായിട്ട് ഗ്യാപ്പ് കിട്ടിയില്ല. ഇപ്പം ഞാൻ പറയാം. പല്ലിൻ്റെത് 3 പല്ലാണ് ചെയ്യാനുള്ളത്. അതിൽ 2 പല്ല് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം പെർമനൻറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം ടെമ്പററി. കുറച്ച് ഡീപ്പ് ആയതുകൊണ്ട് ടെമ്പററി ഫില്ല് ചെയ്തിട്ട് 12-ാം തീയതി ചെല്ലാനാണ് പറഞ്ഞേക്കണത്. എന്നിട്ട് വേദനയില്ലെന്നുണ്ടെങ്കിൽ അത് പെർമനൻ്റ് ആക്കിത്തരും. റൂട്ട് കനാലിൻ്റെ ആവശ്യമില്ല. വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ റൂട്ട് കനാൽ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണത്. പിന്നെ ഒരെണ്ണം ഏറ്റവും ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു പല്ലിനെ ഇപ്പം നമ്മൾ തൊട്ടിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 2 സൈഡുമായിട്ടാണ് മാറി മാറി ചെയ്യണമല്ല, എല്ലാം കൂടി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു സൈഡിലിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൂടുതൽ പ്രശ്നത്തിൽ നിൽക്കുന്ന ആ പല്ലിനെ വിട്ടിട്ട് ചെറിയ കാര്യങ്ങളാണ് ആദ്യം ഒതുക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പം 2 പല്ല് അടച്ചെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയുള്ളത് ഇപ്പോൾ ഒരു പല്ലിനെ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന പല്ലില്ലേ, ആ പല്ല് റൂട്ട് കനാൽ ചെയ്യണം. അപ്പോൾ ഇത് കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പല്ല് റൂട്ട് കനാൽ ചെയ്യും കേട്ടോ. അതോടുകൂടി പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് എനിക്ക് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ പള്ളിയിൽ വന്നു കഴിഞ്ഞ് പള്ളിയിലെല്ലാം കഴിഞ്ഞതിന് ശേഷം സിമിത്തേരി പോയതാണ് കേട്ടോ. അത് സിമിത്തേരിയിലൊക്കെ പോയത് വെള്ളം തുഴഞ്ഞ് നീന്തിയാണ് എല്ലാവരും പോയത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അപ്പർ സൈഡിൽ ഹോളുണ്ട്, തിരിച്ച് പിന്നെ വെള്ളത്തിൽ കൂടി നീന്തി ഹാളിൽ വന്ന് ഹാളിൽ നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് കാറ് എടുക്കാൻ പള്ളിയുടെ ഗ്രൗണ്ടിലേക്ക് വീണ്ടും കയറുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പള്ളി പുറത്ത് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് എൻട്രൻസ് മാത്രമായിട്ട് ഗേറ്റ് കാണുന്നത്. അകത്തേക്ക് കയറുമ്പോൾ വിശാലമായ മനോഹരമായ ഒരു പള്ളിയും പരിസരവുമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ പള്ളി. ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ അകത്ത് കയറുന്നത്. പോകുമ്പോൾ ഇവിടെ പള്ളി ഉണ്ടെന്നറിയാം, ഈ ചെറിയ ഗേറ്റൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ അകത്തേക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. പണ്ട് നമ്മൾ കോട്ടയം അയ്യപ്പാസിൻ്റെ ആ ഒരു പരസ്യം പറയൂലേ, പുറത്ത് നോക്കുമ്പോൾ ചെറിയ ഷോറൂം എന്ന് പറഞ്ഞത് ഇത് കറക്റ്റായിട്ട് എനിക്ക് തോന്നി. ഒട്ടും തോന്നില്ല, ഇത്രയും മനോഹരമാണ് അകത്തുനിന്ന് ഒട്ടും തോന്നില്ല. അകത്തേക്ക് കയറി കഴിയുമ്പോൾ അയ്യോ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഭയങ്കര സ്റ്റൈലായിട്ടാണ് ഈ ലോണും എല്ലാം, മുറ്റമൊക്കെ ടൈലൊക്കെ ഇട്ടിട്ട് എല്ലാം അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പറാണ് കാണാനായിട്ടൊക്കെ. അപ്പോൾ ഞാൻ ഈ ഗ്രോട്ടോ മാതാവിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ. അവിടെ തിരികെത്തിക്കാനുള്ള ഒരു 2 സ്പേസൊക്കെ ഇട്ടേക്കണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നത് കേട്ടോ. പിന്നെ ഈ മരങ്ങളൊക്കെ വെട്ടി നിർത്തിക്കണം കേട്ടോ. നല്ല ഉണ്ട പോലെ ആ വലിയ മരങ്ങൾ, ആ റെഡ് പോലെ ഇല വന്നില്ലേ ആ കാറിൻ്റെയൊക്കെ ബാക്കിൽ കണ്ട, നല്ല ഭംഗിയായിട്ട് എല്ലാം നല്ല വെട്ടി വൃത്തിയാക്കി നന്നായിട്ട് തന്നെ തോട്ടമൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നല്ല ഭംഗി കാണാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ കുറച്ച് നേരം, അപ്പോൾ ഈ മഴ ഒരിത്തിരി ഒന്ന് ഒതുങ്ങി കുറഞ്ഞിട്ട് പൊടിമഴയായിട്ട് നിൽക്കണേന്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നിട്ട് പോരാൻ നേരത്താണ് നമ്മൾ ഈ വീഡിയോ ഒന്ന് എടുത്തത് കേട്ടോ. അത്രയും ഭംഗിയായിരുന്നു. ചെന്നപ്പോൾ നമ്മൾ ഭയങ്കര മഴയത്താണ് ചെന്നത് കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പോൾ തിരിച്ച് പോരണേണ്. അപ്പോഴത്തേക്കും കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വന്നതാണ്.
അങ്ങനെ നമ്മൾ തിരിച്ച് പോരുമ്പോഴും വഴിയിൽ നിറയെ വെള്ളമാണ്. ഭയങ്കര വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴ പോലെ തന്നെ നിൽക്കണേന്ന്. അങ്ങനെ ഒരു വിധത്തിലാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയത് കേട്ടോ. അപ്പം നമ്മുടെ കാറിൻ്റെ സെൻട്രൽ ലോക്ക് ചെയ്യുന്ന അതിൻ്റെ ശബ്ദമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ലോക്ക് തുറയടയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് തുറക്കുമ്പോഴടക്കുമ്പോഴും 2 തരം ശബ്ദമാണ്. അതൊക്കെ പോയി, വെള്ളം കയറിയിട്ട് അതൊക്കെ പോയി. എങ്കിലും നമ്മൾക്ക് കുഴപ്പം കൂടാതെ വണ്ടി ഓഫൊന്നും ആയിപ്പോയില്ല. ശരിക്കും വണ്ടി ഓടിക്കാൻ പറ്റില്ലെന്ന് റിച്ചാർഡ് പറയണ്ട. പക്ഷേ ഞങ്ങൾക്കിത് കട്ട എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ രണ്ടാളും വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഭയങ്കര തമാശ. കാരണം എന്ന് വെച്ചാൽ ഇത്രയും മഴയത്ത് നമ്മൾ ട്രാവൽ ചെയ്തിട്ടില്ല. മഴയെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ പിന്നെ വീടിൻ്റെ പുറത്തിറങ്ങില്ല. സ്കൂളിലെ ടൈമിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വെള്ളമൊന്നും അങ്ങനെ കെട്ടി നിൽക്കുന്ന വഴികളോ ഒന്നുമല്ല. ഒരിക്കലും ഇതുപോലെ വെള്ളം നീന്തി പോകേണ്ടി വന്നിട്ടില്ല. കോളേജിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ വാതിൽക്കുന്ന ബസ്സിൽ കയറിയിട്ട് കോളേജിലേക്ക് പോകുക. അപ്പോൾ അങ്ങനെയുള്ള വെള്ളക്കെട്ടൊന്നും കണ്ടിട്ടില്ല, വെള്ളക്കെട്ടിലൂടെ യാത്ര ചെയ്തിട്ടില്ല. റിച്ചാർഡിനും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞാൽ ഇത്രയും വെള്ളത്തിൽ കൂടിയുള്ള ഒരു യാത്ര. ഭയങ്കര ത്രില്ലായിരുന്നു. റിച്ചാർഡിന് ഇതൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റാണ്. എനിക്കും അതേ കേട്ടോ. അങ്ങനെ നമ്മളുടെ ഉടുപ്പൊക്കെ നനഞ്ഞ് നാശമായിട്ടാണ്. കാരണം അവിടെ ചെന്നിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ കൂടി നീന്തിയാണ് സിംതേരിയിൽ പോയതും അതുപോലെ ഹോളിലേക്ക് പോകുന്നതും ഒക്കെ വെള്ളത്തിൽ കൂടി നീന്തി തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ തിരിച്ചു പോയി. ഇത് മുണ്ടംവേലി പള്ളിയാണ് കേട്ടോ. മുണ്ടംവേലി പള്ളിയുടെ അരിയിലൂടെ മാനാശ്ശേരി വഴിയാണ് പോകുന്നത്. കാരണം റിച്ചാർഡിന് പല കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഗെയിമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വഴിക്ക് പോകാനൊന്നും നിർബന്ധമൊന്നും. തോപ്പുംപടിക്ക് വഴി പോകുന്നതാണെങ്കിൽ അത്രയും വെള്ളമില്ല. പക്ഷെ അവന് വെള്ളമാണെന്നുണ്ടെങ്കിലും അവന് ഗെയിമിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. മാനാശ്ശേരി വഴി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കൊണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് ഞാൻ ചിരിക്കണേ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വീടെത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, അതൊക്കെ നമ്മൾ സ്വന്തമാക്കാനാണ് ശ്രമിക്കാറ്. നമ്മുടെ മക്കളെ പോലും നമ്മൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടാതെ സ്വന്തമാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ മനുഷ്യരായാലും മൃഗമായാലും ചെടികളോ മരങ്ങളോ എന്തായാലും അതിനൊരു ആത്മാവുണ്ട്. അതിനെയാണ് നമ്മൾ നശിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എല്ലാത്തിനും നമ്മൾക്ക് വേണ്ടിയല്ല ഓരോ സാധനങ്ങളും ഉണ്ടായിരിക്കുന്നത്, നമ്മൾക്ക് വേണ്ടിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവർക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ അവരുടേതായ ആ ഒരു ചിന്താഗതിയിൽ വളരാനുള്ള ഒരവസരം നമ്മൾ കൊടുക്കണം. എൻ്റെ ഈ 3 മക്കൾക്കും ഞാൻ അങ്ങനെ തന്നെയാണ്, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ വളർത്തിയിട്ടുള്ളതാണ്. പക്ഷേ അവരിലൊരു ഭയം ഞാൻ കൊടുക്കാറുണ്ട്. അവർ നമ്മളുടെ കൺമുന്നിൽ മാത്രമല്ല, അവർ പുറം ലോകത്ത് പോവുകയും വരെയും അവിടെ ജീവിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അവരിൽ സ്വയം ഒരു കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ ഭയം അത്യാവശ്യമാണ്. ആരുടെ ചോദ്യത്തിന് മുന്നിലും തല കുനിക്കാതെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ജീവിക്കാനെന്ന് ഞാൻ പറയാറുണ്ട്. ഒരിക്കലും ഒന്നിലും അഡിക്റ്റ് ആവരുതെന്ന് ഞാൻ പറയാറുണ്ട്. ഏതെങ്കിലും മോശം സാഹചര്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ കുട്ടികളുടെ അടുത്ത് പറയാം. ഇഷ്ടപ്പെട്ടതിനെ സ്വന്തമാക്കാതെ സ്വാതന്ത്ര്യം കൊടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഒരു പൂവ് തന്നെ നിൽക്കുമ്പോൾ അതിന് ഭയങ്കര ഭംഗി, ഭയങ്കര ഇത് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ പറിച്ചെടുത്തിട്ട് നമ്മുടെ ഫ്ലവർ വാസിൽ വെക്കും. അതവിടെ ചത്ത് കഴിഞ്ഞ് അല്ലേ, അതിൻ്റെ ജീവിതം അവിടെ നമ്മൾ നമ്മൾ സ്വന്തമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെയുള്ള ഒരു 1000 എക്സാമ്പിൾ നിങ്ങൾക്ക് ചുറ്റും നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ്, നമ്മൾ ഇഷ്ടം കാണിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ റൂബിനെ നമ്മൾ മേടിച്ചിട്ട് ഒരിക്കലും നമ്മൾ കൂട്ടിൽ പൂട്ടിയിടാൻ വേണ്ട. എൻ്റെ സ്വഭാവം തന്നെ. എൻ്റെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവൾക്കും സ്വാതന്ത്ര്യം, എവിടെയോ അവൾക്ക് ഓടി നടക്കാം. പക്ഷേ അവളെ തുറന്ന് പുറത്തേക്ക് വിട്ടിയാൽ ഈ കാണുന്ന ഡോഗിൻ്റെ അവസ്ഥയും. അതുകൊണ്ടാണ് നമ്മൾ തുറന്ന് പുറത്തോട്ടൊന്നും വിടാത്തത്. അപ്പോൾ വീടിനകത്ത് എവിടെ വേണമെങ്കിലും അവൾക്ക് ഓടി നടക്കാം. ഒരിക്കലും കൂട്ടിൽ അവളെ ഇടുന്നില്ല, ബെൽറ്റ് ഇട്ട് പൂട്ടുന്നില്ല, ചങ്ങലയിൽ ഒന്നും ചെയ്യുന്നില്ല. അതാണ് സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ എന്ത് സാധനങ്ങളും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ സ്വതന്ത്രമായിട്ട് വിടുമ്പോഴാണ് അതിനോടുള്ള സ്നേഹം നമ്മൾ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം ഞങ്ങൾ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേ കാറകത്തേക്ക് കയറ്റിയപ്പോഴത്തേക്ക് ഈ ഒരു ഡോഗ് വന്നിട്ട് ഒപ്പം അകത്തേക്ക് കയറാൻ നോക്കി. അപ്പോൾ ഞാൻ ഓടിച്ചു വിട്ടു. കാരണം റൂബി ഉള്ളതുകൊണ്ട് എന്നെ രണ്ടും കൂടി കടിപിടി കൂടിയാൽ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ അകത്ത് കയറിയിട്ട് നമ്മളുടെ ബീഫൊക്കെ എടുത്തൊന്ന് ചൂടാക്കി ചോറും ഒക്കെ ആയിട്ട് വേഗം ആദ്യം കൊടുത്തത്. എന്നിട്ടാണ് ഞാൻ പപ്പക്ക് പിന്നെ ഊണ് കൊടുത്തിട്ട് ഏകദേശം 1 മണിക്കൊക്കെ ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ ഡോഗ് ഭയങ്കര സന്തോഷത്തിൽ അതൊക്കെ കഴിച്ച് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സംതൃപ്തിയാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് റിച്ചാർഡിന് മഴ തണുപ്പ് കയറിയപ്പോൾ റിച്ചാർഡ് എന്തൊക്കെയാണ് മേടിച്ചേക്കണം കഴിക്കാൻ? എല്ലാം ഇൻഡോ അമേരിക്കൻ ഉൽപ്പന്നം. ഇൻഡോ അമേരിക്കൻ. ഓക്കെ, അപ്പോൾ ഇതെന്തൊക്കെയാണ് മേടിച്ച് കൂട്ടിയിരിക്കുന്നത്? അടിച്ച് കയറി വാ. ഇത് ചിക്കനാ? ഇല്ല, ഇത് മറ്റേ സാലഡ് പോലത്തെ സാധനം.
ഇതാണ് ചിക്കൻ മഞ്ചൂരിയൻ. നമ്മൾ മേടിച്ചപ്പോ ഗോബി മഞ്ചൂരിയൻ ആയിരുന്നു ഇവിടെ. ഇത് ചീസ് റോൾ ആയിരുന്നു. ഇത് ചിക്കൻ ചീസ് റോളാണ്. ചിക്കൻ ചീസ് റോള്. ഇത് ഫ്രൈഡ് റൈസ് കുറച്ചിട്ടുണ്ട്. നന്നായി മോമോസ് മേടിച്ചത്. ഇത് മറ്റേ ഹണി പൊട്ടറ്റോ ഹണി. ഇതാണ് ബർഗർ. ഇത് മോമോസ് വെച്ചിട്ടുള്ള ബർഗർ. ഒട്ടിപ്പിടിച്ചിരിക്കുക. മോമോസ് ആണ്. രണ്ട് ഡിഫറെന്റ് സാധനമാണ് മേടിച്ചേക്കുന്നത്. അതെന്താ? ഓക്കെ. ഇതാണ് 2 മോമോസ് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ അടുത്തത് മോമോസ്. ദൈവമേ, ഇതെല്ലാം കൂടി കഴിച്ച് തീർക്കും. ഞാനെങ്ങനെ കഴിക്കണേ? ഇവിടെ ചോറും കറിയുണ്ട്. ഇതെല്ലാം നമുക്ക് സ്റ്റീംഡ് മോമോസ് എടുത്തത്. ഇതെല്ലാം ഫ്രൈഡ് ആണ്. അന്ന് 99 rupees ഓൺലി പരിപാടിക്കാണ് സാഗരം മേടിച്ചത്. ഈ പ്രാവശ്യം ബൈ 1 get 1 ഫ്രീ നമ്മൾ ഫ്രൈഡ് എല്ലാം മേടിച്ചത്. ഇത് മൊത്തത്തിൽ എത്ര രൂപയായി? ഇതെല്ലാം കൂടി ശരിക്കും പറഞ്ഞാൽ 1600 രൂപ മാറ്റി വരും. 950 ആണ് ഇപ്പൊ പേ ചെയ്തത്. 950 എടുത്തത് 1600 എടുത്തത്. അയ്യോ, ഇതിനൊക്കെ ഇത്രയും വിലയാണോ? ബർഗറിന് 10-250 രൂപ ഉണ്ടാവും. ഇതിന് 300 രൂപ എടുത്തുണ്ടാവും. 300 ഈ മോമോസിനാ? മോമോസിന് 300. കാരണം ഇത് ഇല്ല, ഞാൻ സ്പൈസ് ഓർഡർ ചെയ്തിട്ടില്ല. അതാണ് റെഡാണല്ല, സ്പൈസ് ആണ്. ഇത് ജസ്റ്റ് ഫ്രൈഡ് സോസ് ഒഴിച്ചേക്കാണ്. അതുകൊള്ളാട്ടാ. എനിക്കിത് എന്താണെന്ന് അറിയണത്. അത് വിനാഗിരി വെള്ളം ഇരിക്കുള്ളൂടാ. ഇതൊക്കെ കൊള്ളാട്ടെ. പാലും പഴമല്ല ഇത്. ഓക്കെ. അതിൻ്റെ അകത്തുള്ള ഫില്ലിങ്സ് വെറുതാ. ഇതെല്ലാം ഫില്ലിങ്സ് വെറുതാണല്ലേ. അപ്പോൾ മൊത്തത്തിൽ ഇതൊക്കെയാണ് സാധനങ്ങൾ. മോമോസ് കാണുമ്പോൾ ഈ മോമോസ് ഒരുപോലെയാണെങ്കിലും ഉള്ളിൽ എല്ലാം ഫില്ലിങ് വേറെ വേറെ. ഇത്രയും മഴയത്ത് റിച്ചാർഡ് ചൂട് വെരി ഗുഡ്. എന്നാ കഴിച്ചോ. കഴിക്കും. വരാം. കഴിച്ചു തുടങ്ങിയാ? ഇന്ന് അത് ഈ മോമോസ് എന്നത് നോക്കുന്നു. അയ്യോ, ഇത് പോനില്ലല്ലോ. ഒറ്റക്ക് കഴിച്ചെടുത്തിട്ടേ. എന്നാ മോമോസിൻ്റെ തൊലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കൂടുതലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് റൂബിയുടെ ഒരു ക്ലിപ്പ് കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ചേട്ടാ എവിടെ പോയി? ഇറക്കി എടുക്കാൻ പോയേക്കണേടാ. ഇറക്കി വരണ്ടാന്ന് നോക്കണേണേ. എടാ നോക്കി നിൽക്കണേണേ. ചേട്ടാ എവിടെ പോയി? പിന്നെ കൊച്ചിനെ ഇറക്കി വേണ്ടേ? ശ്രദ്ധ മൊത്തം ഇറക്കിയിലാണ് ഡേ. അത് ശ്രദ്ധ. ആ കവർ ഇവിടെ നിന്ന് മാറ്റിയേക്കണം. ഇവിടെ വെക്കരുത്. 2 ഉണ്ടല്ലോ. ഒരെണ്ണമുള്ള പറ്റപ്പോ നോക്കണില്ല. ഞാൻ ഇതുവരെ നോക്കില്ല. സാധനം ഇപ്പം വരുമെന്നുള്ള പറഞ്ഞ് നോക്കിക്ക. കൈയിട്ട് എടുക്കണോ കട അതിൻ്റെ അകത്തോട്ട്. താൻ എന്താണ് ഈ കണക്ക്? കുറെ നേരം ആയാലും ഇങ്ങോട്ട് താന്നാ കൊച്ചു പറഞ്ഞ അതാണ് പറഞ്ഞത്. കൊടുത്തരാ കൊടുത്തരാ. മറ്റേതും കൂടി പൊട്ടിച്ചൊരെണ്ണം കൊടുത്തത്. രാത്രിയായാലും പകലായാലും കണക്ക് തന്നെയാ. ഒരെണ്ണം ഉള്ളിട്ട് അതത്തമ്മേ. ഇനി പൊട്ടിക്കാത്ത 2 പാക്കറ്റ് ഇരിപ്പുണ്ട്. തത്തമ്മോ തീർന്നു പോയാ?
ചേട്ടൻ വേറെ എടുക്കും കേട്ടോ. ചേട്ടൻ വേറെ പുതിയ പാക്കറ്റ് പൊട്ടിക്കാൻ പോയിട്ടുണ്ട്. നോക്കി നിക്കണേടാ. എവിടെപ്പാ ഇറക്കിയമ്മ കത്തുമോ? എടാ കൊടുക്കട കൊച്ചിനെ. കൊച്ചിന് ഭയങ്കര അക്ഷമയായിട്ടിരിക്കണം, അക്ഷമയോടെ ഇരിക്കണേ. നോക്കണുണ്ട് കേട്ടാ. അത് മതി കൊച്ചല്ലെങ്കിൽ കൊച്ചിന് ബാക്കിൽ പണിയാവും. അല്ല ഈ കൊച്ചിനോട് ഞാൻ പറഞ്ഞതാ.